ഹലോ, ഇന്നപ്പോൾ നമുക്കൊരു ഗേൾസ് ഒള്ളി ട്രിപ്പ് കണ്ടാലോ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ദേ ഇവൻ അതിന് സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ അപ്പം ഫ്രീ ആയിട്ടുണ്ടായിരുന്നവരെയും കൂട്ടിയാണ് നമ്മൾ മൂന്നാർ പോയത്. കറക്റ്റ് 2 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 2:30 ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോണ വഴിക്ക് ഒരു ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് കപ്പ വറുത്തതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമ്മൾ എങ്ങനെ മേടിക്കാണ്ടിരിക്കും, അങ്ങനെ അതും മേടിച്ചു. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടി ഒന്ന് കൈമാറിയായിരുന്നു. തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ ചെറിയൊരു മടി. മൂന്നാറിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ആ തണുപ്പത്ത് നല്ലൊരു ചൂട് ചായ കുടിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോയത് ചായ് ബസാറിലേക്കാണ് കേട്ടോ. അവിടെ ഒരു 5-10 നേരം വെയിറ്റ് ചെയ്തിട്ടും അവിടുത്തെ തിരക്കിനൊന്നും ഒരു മാറ്റമില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ വേറെ സ്പോട്ട് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. നമ്മൾ അവിടെ നിന്ന നേരം കൊണ്ട് ഇവൻ അവിടുത്തെ ഏതോ ഒരു കേക്ക് നോട്ടിട്ടുണ്ടായിരുന്നു. അത് കിട്ടാത്തതിന്റെ സീനാണ് ഇപ്പൊ ഈ കാണുന്നത്. അവന് പിന്നെ ഒരു വിധത്തിൽ മാനേജ് ചെയ്ത് നമ്മൾ അടുത്ത ചായ് ബസാറിലേക്ക് വന്നു. അവിടെ വന്ന് നമ്മളെല്ലാവരും ഓരോ ചായയും കുടിച്ചു. അവനപ്പത്തേനും കേക്ക് വിട്ടിട്ട് ഐസ്ക്രീം ആക്കിയായിരുന്നു. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഓരോ ഐസ്ക്രീമും മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. കൊച്ചിന് തണുക്കുമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡ്രസ്സ് ഇടിപ്പിച്ചു കൊടുത്ത ഫസീലാത്ത നമ്മുടെ ട്രിപ്പ് ബാക്കിയുള്ളവരുടെ ഇടയിൽ കുറച്ചും കൂടെ മെയിൻ ആക്കി തന്നു കേട്ടോ. പോണ വഴിക്ക് നമ്മൾ ഒരു അടിപൊളി വ്യൂ കണ്ടു. പിന്നെ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പിന്നെയും നമ്മുടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മൾ ലക്ഷ്യം വെച്ച് വന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡ് ആയിരുന്നു. അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫുഡ് അടിക്കണമെങ്കിലേ പഴയ പോലെ എനർജി വരും. അങ്ങനെ നമ്മൾ അവിടെ കണ്ട കുറെ സാധനങ്ങൾ, ചോളവും പൈനാപ്പിളും നൂഡിൽസും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് അവിടെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അവർ പിന്നെ പാട്ട് വെക്കാൻ, നമുക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാതെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കുറേ നേരം തുള്ളി. ഡാൻസ് കളിയുടെ ഇടയ്ക്ക് ടൈം പോകുന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലടാ. ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് അയ്യോ വീട്ടിൽ പോകണല്ലോ എന്നുള്ളൊരു കാര്യം ഓർക്കണം തന്നെ. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നെങ്കിലും മൂന്നാർ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് മൂന്നാർ കടന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. ഇവിടെ ഒന്ന് പെട്രോൾ അടിക്കാൻ നിർത്തിയപ്പോഴത്തേനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജവാദിനെ ഒന്ന് മിസ്സായി പോയി. പിന്നെ അവനെ തപ്പി ഒരു 1/2 മണിക്കൂർ അതിക്കൂടെ നടന്നു. വീട്ടിൽ നിന്നാണ് ഈ കോളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവനെയും കണ്ടുപിടിച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല ലേറ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ട്രിപ്പ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.